ഇനി നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ചില സ്ഥലങ്ങളിൽ ചിക്കൻ സുക്ക എന്നും പറയും. ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ആണ്. ഇതിൽ ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളിക്ക് പകരം വാളംപുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് വരും ഇതിന്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കും. Please subscribe this channel and press on the bell icon for the latest updates. ഉള്ള സാധനങ്ങൾ: മല്ലി 1 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, കുരുമുളക് 1/2 ടീസ്പൂൺ, കറുവപ്പട്ട 1 ഇഞ്ച് കഷ്ണം, ഗ്രാമ്പൂ 4 എണ്ണം, കാശ്മീരി മുളക് 4 എണ്ണം, ഉണക്കമുളക് 1, എണ്ണ 4 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, സവാള 3 എണ്ണം, വെളുത്തുള്ളി 7 എണ്ണം, ഇഞ്ചി 1 ടീസ്പൂൺ, പുളി ഒരു ചെറിയ നെല്ലിക്കയുടെ പകുതി വലിപ്പത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഏലക്ക 4 എണ്ണം, കറിവേപ്പില 1 തണ്ട്, വെള്ളം 1 കപ്പ്, ഉപ്പ് പാകത്തിന്, തേങ്ങ 3 ടീസ്പൂൺ. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മസാലപ്പൊടി തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഇനി 1 ഇഞ്ച് കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം, 4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 കാശ്മീരി മുളകും 1 വറ്റൽമുളകുമാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ എരിക്കനുസരിച്ച് ഇതിൻ്റെ അളവ് വ്യത്യാസം വരുത്താം. കാശ്മീരി മുളക് ഇട്ടാലേ ഈ കറിക്ക് നല്ലൊരു കളറ് കിട്ടുള്ളൂ, എരിയും കുറച്ച് നിൽക്കുകയുള്ളൂ. മറ്റത് കളറ് കുറവായിട്ടിരിക്കും, വെളുത്തിട്ടിരിക്കും. അപ്പോൾ കാശ്മീരി മുളക് കൂടുതലിട്ടിട്ട് മറ്റത് എരിക്കനുസരിച്ചിട്ട് 1-2 ചേർക്കാൻ നോക്കുക. ഇനി ഇതെല്ലാം ഒരു 5 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പം 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അത് തണുക്കുമ്പോഴേക്ക് നമുക്ക് സവാളയൊക്കെ വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ട് 7-8 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം, ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ബ്രൗൺ നിറം ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ബ്രൗൺ നിറം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അതും ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഈ മസാല നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടിയിട്ട് വറുത്ത് മാറ്റി വെച്ചിരുന്ന മല്ലി മുളകും ഒക്കെ തണുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ വഴറ്റി വെച്ചേക്കുന്ന സവാള ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്കയുടെ പകുതി വലുപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പുളിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. ഈ നേരത്തെ പാനിൽ തന്നെ ഒരു 2 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി 4 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കുക. 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സവാള നമുക്ക് ബ്രൗൺ നിറം ആകുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തു.
ഇനി പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്തിരി വലിപ്പമുള്ള പീസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിക്കൻ കട്ട് ചെയ്തെടുക്കാം. ചിലർക്ക് ചെറിയ പീസസ് ആയിരിക്കും ഇഷ്ടം, എന്നാൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ 400 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ആ കാശ്മീരി മുളക് ഇട്ടുകൊണ്ടാണ് ഈ അരപ്പിന് ഇത്ര കളറ് വന്നത്, അല്ലെങ്കിൽ ഒട്ടും കളറുണ്ടാവില്ല. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് വെള്ളത്തോളം ഇത് ഒഴിച്ചിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്ത് വരണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞിട്ട് ചേർക്കാം. ഇളക്കി കൊടുക്കുക. പുളി ചില പുളിക്ക് നല്ല പുളിപ്പായിരിക്കും, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ ചായി പോവരുത്. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള കുറച്ച് വെള്ളം കൂടി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 2 ടീസ്പൂൺ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അതുവരെ തുറന്നു വെച്ച് വേവിച്ചാലും മതി. ഇപ്പം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സർവ് ചെയ്യുന്ന ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ചിക്കൻ സുക്ക റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണിത്. പുളി ഒഴിക്കുമ്പോൾ മാത്രം ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിക്കുക. പുളിയുടെ പുളിപ്പ് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.